ശ്രീരേഖ രേഖാമേൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ പരിചയപ്പെടുത്തിയത് നമ്മൾ ഫ്ലാക്സീഡ് ജെല്ലിൽ ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്താൽ എങ്ങനെയുണ്ടാവും. അപ്പോൾ ഡബിൾ എഫക്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഫ്ലാക്സീഡിൻ്റെതായ ഗുണവും കൂടാതെ ഒലിവ് ഓയിലിൻ്റെ ഗുണവും ഉണ്ടാകും. അങ്ങനെ ഡബിൾ എഫക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ സപ്പോർട്ടിന്. കുട്ടിക്കാലം മുതൽക്കേ മുടി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അത്യാവശ്യത്തിന് മുടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 8ാം ക്ലാസ് മുതലാണ് ഞാൻ പാക്ക് തേച്ച് തുടങ്ങിയത് എൻ്റെ. പിന്നെ കുട്ടിക്കാലം മുതൽ പല എണ്ണകൾ തേച്ചിരുന്നു. കുഞ്ഞിലെ തേപ്പിച്ചിരുന്നത് വെളിച്ചെണ്ണ, നമ്മൾ തേങ്ങാപ്പാലിൽ നിന്ന് എടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ. അതാണ് എന്ത് വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ അമ്മ തേപ്പിച്ചിരുന്നത് ഇതുപോലത്തെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അതിൽ നിന്നും എടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ. തലമുടിയിലും എല്ലാം തേപ്പിച്ചിരുന്നത്. പിന്നെ അതിനുശേഷം +1 ഒക്കെ ആയപ്പോൾ, പ്രീ ഡിഗ്രി ആ സമയത്തൊക്കെ ആയപ്പോൾ പിന്നെ നമുക്ക് അറിവ് വെച്ച പിന്നെ നമ്മൾ ഓരോ എണ്ണകൾ പരീക്ഷിക്കാനും ഒക്കെ തുടങ്ങി. 10th മുതൽ ഏകദേശം വ്യത്യസ്ത എണ്ണകൾ ഉപയോഗിച്ചു തുടങ്ങി. ശരിക്കും പല എണ്ണകൾ തേച്ചിട്ടുണ്ട് കേട്ടോ. എള്ളെണ്ണ തേച്ചിട്ടുണ്ട്, നീലിഭൃങ്ങാതി തേച്ചിട്ടുണ്ട്, കയ്യുണ്ണിയാതി തേച്ചിട്ടുണ്ട്, ചെമ്പരത്തിയാതി തേച്ചിട്ടുണ്ട്, ചിരട്ടക്കരി തേച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഭൃംഗമലകാതി തേച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്ക ചതച്ചിട്ട് ഭരണിയിലിട്ടിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കെട്ടിവെക്കും. വേറെ കാറ്റൊന്നും കയറാതെ നമ്മൾ കെട്ടിവെക്കും. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോൾ എടുത്ത് തേക്കാറുണ്ട്, അതുണ്ട്. പിന്നെ കൂടാതെ കരിവേപ്പില ഉണ്ടല്ലോ, കരിവേപ്പില അരച്ച് പേസ്റ്റ് പോലെ എടുക്കും. എന്നിട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് പരത്തിയിട്ട് വെയിൽ കാണാതെ ഉണക്കിയെടുക്കും. ഉണക്കിയെടുത്തിട്ട് അത് വെളിച്ചെണ്ണയിലിട്ട് തേച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇതുപോലെ തോന്നുമ്പോൾ എന്താണോ പച്ചമരുന്ന് നമുക്ക് കിട്ടുന്നത് അത് വെച്ചിട്ട് തേക്കുമായിരുന്നു. അപ്പോൾ ഈ കുട്ടിക്കാലം മുതൽ ഇങ്ങനെ എണ്ണകൾ മാറി മാറി തേക്കുമ്പോൾ നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് തേക്കാം കേട്ടോ. അതിനൊരു കുഴപ്പമില്ല. എണ്ണയും തേക്കാം, വെളിച്ചെണ്ണയും തേക്കാം കേട്ടോ. മാറി മാറി തേക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഇതുപോലെ വെന്ത് വെളിച്ചെണ്ണ വീട്ടിലുണ്ടാക്കിയിട്ട് അതും തേക്കാറുണ്ട്. പിന്നെ ഉലുവ ഇട്ട വെള്ളം, ഉലുവ മുളപ്പിച്ച അത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതായത് കറ്റാർവാഴയിൽ ഉലുവ വെച്ച് മുളപ്പിച്ചിട്ട് അത് വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് തേക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് എണ്ണകൾ മാറി മാറി തേക്കാറുണ്ട്. ഒന്നും ഒരു കുഴപ്പമില്ല. പാക്ക് ശരിക്കും 8ാം ക്ലാസ് മുതലാണ് കേട്ടോ ഉപയോഗിച്ച് തുടങ്ങിയത്. നമ്മുടെ അമ്മയുടെ മുത്തച്ഛൻ വൈദ്യനായിരുന്നു. കൂടാതെ പാലക്കാട്ട് ഞങ്ങളുടെ ഒരു മുത്തച്ഛൻ ഉണ്ടായിരുന്നു, അദ്ദേഹം വൈദ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ പാക്കാണ് ഞാൻ തേച്ചുകൊണ്ടിരുന്നത് 8ാം ക്ലാസ് മുതൽ. അത് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ പാക്ക് 5 തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതും നമ്മുടെ മുടി ഡെയിലി വളരുന്നത് പോലെ നമുക്ക് തോന്നും. ആ പാക്ക് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലേ, നെല്ലിക്ക, മൈലാഞ്ചി, എള്ള്, ഇരട്ടിമധുരം, താമരകസം, ഈ 5 ഇൻഗ്രീഡിയൻസ് കൂടിയിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതാണ് കേട്ടോ തലയിൽ തേക്കും. എന്നിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയും. അത് അന്ന് തുടങ്ങിയത് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ടിപ്പുകളിൽ മാറി മാറി ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. പെട്ടെന്ന് മുടി വളരുന്ന പോലെ നമുക്ക് തോന്നും, മുടിക്ക് തിക്നെസ് ഒക്കെ തോന്നും. അത് അറിവുള്ളവരോട്, നമുക്ക് പരിചയമുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ ചോദിക്കും ദിവസം മുടി വളരാണോ എന്ന്. ഇപ്പോഴും കാണുന്നവർ ചോദിക്കും കേട്ടോ, രേഖയുടെ മുടി ഒരു മാറ്റമില്ലാതെ, ഞങ്ങളുടെയൊക്കെ മുടി കൊഴിഞ്ഞു പോയി, ഇതെന്താ ദിവസം വളർന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് ഇപ്പോഴും ചോദിക്കും കേട്ടോ, അന്നത്തെ ചോദ്യം. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു ഡെഡിക്കേഷനാണ് കേട്ടോ. തലമുടി എന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ്. അപ്പോൾ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് മുടി ഊരിപ്പോകാനായിട്ട് അനുവദിക്കാറില്ല. അതിന് എത്ര ലേറ്റ് ആയാലും മുടി വിടുത്തി കെട്ടിവെക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് മുടി വളർന്നുകൊണ്ടിരിക്കുന്നത്
നഷ്ടപ്പെടാതെ ഇപ്പോഴും നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ സാധിക്കും മുടിയായിട്ട്. ഒരുവിധം ആൾക്കാർക്കൊക്കെ നല്ല മുടി ഉണ്ടാവും, പിന്നീട് പിന്നീട് മുടി കൊഴിഞ്ഞു പോയി മുടി ഇറക്കമില്ലാതെയായി പോകുന്നുണ്ട്. അപ്പോൾ അതും എന്നോട് സൂചിപ്പിക്കാറുണ്ടായിരുന്നു. അത് കാരണം ഇതാണ്, നമ്മൾ വരുന്ന മുടി അല്ലെങ്കിൽ നമുക്കുള്ള മുടി നമ്മൾ ശ്രദ്ധിക്കാം. പാക്കും കാര്യങ്ങളും ടിപ്സും ഒക്കെ ഇട്ട് നമ്മൾ ശ്രദ്ധിക്കാം. മുടി പിടുത്തുക, വെള്ളം കുടിക്കുക. അപ്പം മുടി ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്നാൽ നമുക്ക് മുടി നഷ്ടപ്പെടില്ല കേട്ടോ. ഊരിപ്പോകുന്ന മുടി വീണ്ടും നമുക്ക് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ മുടി തരുമ്പോൾ അത് ഭഗവാൻ ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് തരുന്നതാണ് തലമുടി. അപ്പം നമ്മളതിന് വിലയില്ലാതെ ആ മുടി ഒരു അശ്രദ്ധയോടുകൂടി നോക്കുന്നവർക്കായിരിക്കും കേട്ടോ മുടി നഷ്ടപ്പെട്ടു പോകുന്നത്. മുടി വെടുത്താൽ പൊട്ടിപ്പോവാതെ നോക്കാം. കോമ്പ് വെച്ച് ആദ്യം മുടി വെടുത്താതിരിക്കുക, വിരലുകൊണ്ട് വെടുത്തുക, എന്നിട്ട് കോമ്പ് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. വീഡിയോ വളരെയധികം ഇൻസ്പിറേഷനായിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം കേട്ടോ. ഇത് എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അത് കാരണമാണ് എനിക്ക് നമ്മൾ തേക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അത് 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനത്തെ മുടി കൊഴിച്ചിലാണെങ്കിലും നമുക്ക് മുടി കൊഴിച്ചിൽ നിർത്താൻ സാധിക്കും കേട്ടോ. മറ്റേ വില കൂടിയ കോസ്റ്റ്ലി ഐറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള ആയുർവേദ ചെടികളും കാര്യങ്ങളും വീട്ടിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മുടി കൊഴിച്ചിൽ നിർത്താൻ സാധിക്കും കേട്ടോ. അതിനായിട്ട് ഡോക്ടറെ കണ്ട് വലിയ വലിയ മരുന്നുകൾ എണ്ണകളൊക്കെ തേക്കുന്നവരുണ്ട്, പക്ഷെ റിസൾട്ട് കിട്ടാത്തവരുണ്ട്. കാരണം എണ്ണ തേച്ചുകൊണ്ട് മാത്രം മുടി വളരുന്നില്ല. അതിനെക്കുറിച്ചും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മുടി എണ്ണ തേക്കുന്നതോടുകൂടി നമ്മൾ ഇതുപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ അകത്തേക്കുള്ള മരുന്നുകൾ കഴിക്കാം. അതല്ല ഇപ്പോൾ തൈറോയിഡ് പോലെയുള്ള അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കാം. അത് അല്ലാത്തവർ വെജിറ്റബിൾസ് നല്ലവണ്ണം കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കുക. അതിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിക്കാം. നമുക്ക് ഏത് തരത്തിലുള്ള മുടിയാണെങ്കിലും നമുക്ക് ഊരിപ്പോക്ക് നിർത്താൻ പറ്റും കേട്ടോ. ഇതുപോലെ പാക്ക് മാറി മാറി നമുക്ക് ഉപയോഗിച്ചാൽ. നമ്മൾ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കരുത്. അതുപോലെ ഇൻഗ്രീഡിയൻസ് കൂടുതലുള്ള ഐറ്റംസ്, അതായത് സോപ്പ്, കെമിക്കൽസ് ഒന്നും നമ്മൾ ഉപയോഗിക്കരുത് കേട്ടോ. ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി ഊരിപ്പോവും, പൊട്ടിപ്പോവും, എപ്പോഴും ഡ്രൈനെസ് ഫീൽ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. കുട്ടിക്കാലത്ത് ഇതുപോലെ അമ്മൂമ്മ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അമ്മ അന്ന് ജോലിക്ക് പോകുന്ന സമയമാണ്. അപ്പോൾ ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട എണ്ണകളൊക്കെ കാച്ചിത്തരും. ചെമ്പരത്തിയാതി എണ്ണ കാച്ചിത്തരും, ചെമ്പരത്തിപ്പൂ വെച്ചിട്ടുള്ള എണ്ണ, കയ്യുണ്ണിയും വെച്ചിട്ടുള്ള എണ്ണ, പിന്നെ ചിരട്ടക്കരിയുടെ എണ്ണ, അങ്ങനെ ഒരുപാട് എണ്ണകൾ കാച്ചിത്തരാറുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം മാറി മാറി യൂസ് ചെയ്യും. നമ്മൾ കുട്ടിക്കാലം മുതലേ മാറി മാറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എണ്ണയും എപ്പോഴും പിടിക്കും കേട്ടോ. അതുപോലെ പാക്ക് ആണെങ്കിലും അതെ, പാക്ക് ഇതുപോലെ 8ാം ക്ലാസ് മുതൽ തേച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പാക്ക് എങ്ങനെ വേണമെങ്കിലും തേക്കാം. യാതൊരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുട്ടികളെയൊക്കെ കുട്ടിക്കാലം മുതൽ നമ്മൾ പാക്കും കാര്യങ്ങളൊക്കെ തേച്ച് ശീലിപ്പിക്കാം കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് കറ്റാർവാഴ, അലവറ ഇത് തേക്കാം, എല്ലാം ശീലിപ്പിക്കാം. നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ അന്നൊക്കെ സ്വന്തക്കാരുടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഇതുപോലെ മൈലാഞ്ചി കിട്ടും. മൈലാഞ്ചി ഇലയൊക്കെ കളക്ട് ചെയ്യുന്നത്. കാരണം ഈ പാക്ക് തേക്കുമ്പോൾ 8ാം ക്ലാസ് മുതലാണ് കേട്ടോ. അപ്പോൾ ഈ മുത്തച്ഛൻ പറഞ്ഞ പാക്ക് തേക്കുമ്പോൾ അന്നൊക്കെ നമുക്ക്, ഇന്നിപ്പോൾ പൊടികൾ കിട്ടുന്നുണ്ടല്ലോ, അന്നൊക്കെ നമുക്ക് ഇരട്ടി മധുരത്തിന് അതിൻ്റെ വേരായിരിക്കും കിട്ടുന്നത്. ഉണങ്ങിയ വേര്, അതുപോലെ ഉണങ്ങിയ നെല്ലിക്ക, കുരുവോട് കൂടിയുള്ള നെല്ലിക്ക, ഇതൊക്കെ കിട്ടുമ്പോൾ വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഉരലിലടിക്കും. കുരു കളഞ്ഞിട്ട് നെല്ലിക്കാണെങ്കിലും ഇരട്ടിമധുരമാണെങ്കിലും ഉരലിൽ ഇടിച്ച് ചതച്ചിട്ട് അമ്മിക്കല്ലിൽ വെള്ളം ചേർത്ത് അരച്ചരച്ച് പേസ്റ്റ് പോലെ ആക്കും. ഇന്നത്തെ കുട്ടികൾ അതിനൊന്നും മെനക്കെടുന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് വളരെ ഭയങ്കര ഇഷ്ടമായിരുന്നു മുടി എന്ന് പറയുന്നത്. അപ്പോൾ എന്നും മുടിക്ക് വേണ്ടിയിട്ട് അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അന്ന് 8ലാണ് പഠിക്കുന്നതെന്ന് പറയണം, തന്നെയാണ് ചെയ്യുന്നത്. അമ്മ വരാൻ കാത്തു നിൽക്കും, എല്ലാം ഞാൻ ഇടിച്ച് തന്നെ, എൻ്റെ ആവശ്യമാണല്ലോ. എന്തിനും എത്ര കഷ്ടപ്പെടാനും തയ്യാറാണ്. മുടിയുടെ കാര്യത്തിൽ എന്തും ചെയ്യും അങ്ങനെയാണ്. അപ്പോൾ അത് അരച്ച്
പേസ്റ്റ് പോലെ ആക്കിയിട്ട് നെല്ലിക്ക വലിപ്പത്തിൽ തേക്കാനാണ് പറഞ്ഞത്. പക്ഷെ അന്നത്തെ മുടിയുള്ള കാരണം കൂടുതലും എടുക്കും കേട്ടോ. കൂടുതലും എടുത്തിട്ടാണ് തലയിൽ തേച്ചിരുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എല്ലാം. അപ്പം സ്വന്തക്കാർക്ക് എല്ലാവർക്കും അറിയാം മുടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. അതുപോലെ എവിടെ പോകുമ്പോഴും എപ്പോഴും 2 റിബൺ എടുക്കും. 2 റിബൺ, അതായത് മുടി രണ്ടാക്കി എടുത്തിട്ട് 2 വശവും പിന്നെ ഇടും. പിന്നെ ഇട്ടിട്ട് ഇതുപോലെ മടക്കി കെട്ടും. അപ്പോൾ എല്ലാവരും സ്വന്തക്കാർക്കൊക്കെ ഇത് അറിയാട്ടോ, ജീവനാണ്. ആ സിംസണിനൊക്കെ പിടിച്ചു വീഴുമ്പോൾ അവർ ചെറുത്തുള്ളിപ്പണി എടുത്തിട്ടുണ്ടോ, കാരണം ഞാൻ മുടി എപ്പോഴും ഇങ്ങനെ കെട്ടിവെക്കുന്ന ശീലമുണ്ടെന്ന് അറിയാം അവർക്ക്. അപ്പൊ അത്രയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് മുടി ജീവനാണെന്ന്. അപ്പൊ മുടി നമ്മൾ അതാണ് മറ്റുള്ളവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ദൈവം തരുന്ന മുടി നമ്മൾ കാത്തു സൂക്ഷിക്കണം. ചിലവർ പറഞ്ഞ മുടി തന്നിട്ടുണ്ടെങ്കിൽ അവർ നോക്കുന്നില്ല. അതുകൊണ്ടാണ് മുടി ഉരുപ്പണി എന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും നമ്മുടെ അധികം കോസ്റ്റ്ലി അല്ലാത്ത, എനിക്ക് അത് ഭയങ്കര നിർബന്ധമുണ്ട് കേട്ടോ. യാതൊരു തരത്തിലുള്ള കോസ്റ്റ്ലി ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് നമ്മുടെ മുടി വളർത്തിയെടുക്കാം, മുടി കൊഴിച്ചിൽ മാറ്റാം, മുടി സിൽക്കി ആക്കാം, സ്കാൽപ്പിനെ ഹെൽത്തി ആക്കാം, ഫോളിക്കിൾസ് വികസിപ്പിച്ച് അതിലൂടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാം. ഇതെല്ലാം നമുക്ക് സാധിക്കും കേട്ടോ. അപ്പം നമ്മൾ അധികം പൈസയൊന്നും ചിലവില്ലാതെ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഇതൊക്കെ കാരണമാണ്. പിന്നെ കൂടുതൽ ഇപ്പം ഞാൻ പറയുന്നത് ഒലിവ് ഓയിൽ പോലെയുള്ള എണ്ണയാണ് കുറച്ചും കൂടി, അതും അധികം കോസ്റ്റ്ലി അല്ല. അപ്പോൾ അത് നമുക്ക് നല്ലതാണ്, തലത്തേക്കാളും നല്ല റിസൾട്ടാണ് കറ്റാർവാഴ പോലെയുള്ള എണ്ണ. അപ്പോൾ ഞാൻ കറ്റാർവാഴ ഒലിവ് ഓയിലും കൂടി തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സമയമില്ലാത്തവർക്ക് എങ്ങനെയാണ് ഈസി പെട്ടെന്ന് നമുക്ക് ടിപ്സ് തേക്കാൻ പറ്റുന്ന അലോവേറയുടെ എന്നാണ് ഇത്. സൈഡ് ഇതുപോലെ നമ്മൾ സൈഡ് രണ്ടിനെ കളഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. നല്ലോണം ജെല്ലുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ പാക്കാണ് തേച്ച് കാണിക്കാൻ പോകുന്നത് കേട്ടോ. നന്നായിട്ട് തേച്ച് നമുക്ക് തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഇതെങ്കിലും അറ്റ്ലീസ്റ്റ് എല്ലാവരും ചെയ്യണം കേട്ടോ. മറ്റുള്ള പാക്ക് ആയുർവേദ പൊടികളൊക്കെ തേക്കാൻ സമയമില്ലാത്തവർ ഇതെങ്കിലും തേക്കണം കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സ്ട്രെസ് ഒന്നും ഇല്ലാതെ ഇരിക്കുക, മുടി വളരെയധികം കെയർ ചെയ്തുകൊണ്ടിരിക്കുക. മുടിയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഡയറ്റ് നോക്കുന്നവർ പ്രോട്ടീൻ നഷ്ടപ്പെടാതെ നോക്കണം കേട്ടോ. പ്രോട്ടീൻ കാൽസ്യം ഒക്കെ നഷ്ടപ്പെടാതെ നോക്കണം. ചിലർ വണ്ണം കുറയാനൊക്കെ ഡയറ്റ് നോക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ അത് പ്രോട്ടീനൊക്കെ കുറയുകയാണെങ്കിൽ അത് നമ്മുടെ മുടി കൊഴിച്ചിലിനെ ബാധിക്കും കേട്ടോ. അപ്പം അതൊന്നുമില്ലാതെ നമ്മൾ വളരെ ഇന്ന് മുതൽ മുടി ഞാൻ സൂക്ഷിക്കും, കാത്തു സൂക്ഷിക്കും. എനിക്ക് മുടി വേണം, മുടിക്ക് ജീവനുള്ളതാണല്ലോ നമ്മൾ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ മുടിയെ സ്നേഹിച്ചാൽ മുടി നമ്മളെയും സ്നേഹിക്കുമെന്ന് പറയാറുണ്ടല്ലോ, മുടി വളർന്നുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ നമ്മൾ വളരെ ശുദ്ധത്തോടു കൂടി വേണം മുടി നോക്കാൻ. നമ്മൾ അടിച്ചൊക്കെ വാരി കഴിയുമ്പോൾ ചൂലെടുത്ത കൈ കഴുകിയിട്ട് വേണം, കൈ നനച്ചിട്ട് വേണം നമ്മൾ മുടി തൊടാനും. അത്രയ്ക്കും വളരെ എന്താ പറയുക, ശുദ്ധത്തോടു കൂടി വേണം നമ്മൾ നോക്കാനും പരിപാലിക്കാനും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവർക്കും മുടി വളരും, മുടി കൊഴിച്ചിലുള്ള എല്ലാവരുടെയും മുടി കൊഴിച്ചിൽ മാറും. അപ്പോൾ ഈ നമ്മളുടെ വീഡിയോസ് എല്ലാം കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പലർക്കും പലതരത്തിലുള്ള ടെക്സ്ചറാണ് മുടിക്ക് അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഏത് സ്യൂട്ടാവുമെന്ന് നമുക്ക് തന്നെ കണ്ടുപിടിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. എളുപ്പത്തിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. ഒട്ടും സമയമില്ലാത്തവർ കറ്റാർവാഴയെങ്കിലും തേക്കുക. അതുപോലെ മുടി ഒരുപാട് ഊരിപ്പോണവർക്ക്, ഒട്ടും സമയമില്ല എന്നുള്ളവർ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഉലുവ വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം അത് ഞെരടി പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് ആ ഉലുവ വെള്ളം തല തേക്കാം. സെറമായിട്ട് നമുക്ക് തല തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ ഒരുപാടുണ്ട് നമുക്ക് പരിഹാരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആരും ദുഃഖിക്കരുത് കേട്ടോ, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. മുടി പോണെങ്കിൽ പൊക്കോട്ടെ എന്നും പറയുന്ന പോലെ 100 മുടിയൊക്കെ നമുക്ക് ഊരിപ്പോവാം കേട്ടോ. ഒരിക്കലും സങ്കടപ്പെടേണ്ട. ഒരുപാട് പേർക്ക് സങ്കടമാണ് മുടി കൊഴിഞ്ഞു പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സമയമില്ലാത്തവർ ഈ പറഞ്ഞ ചെറിയ ചെറിയ ടിപ്സ് എങ്കിലും ഉപയോഗിക്കണം കേട്ടോ. ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കരുത്. ഡയറക്റ്റ് കോമ്പ് ഉപയോഗിക്കരുത്. മുടി പിടുത്തിയതിന് ശേഷമേ കോമ്പ് ഉപയോഗിക്കാവൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. അടുത്ത വീഡിയോയുമായിട്ട് നാളെ കാണാം.